10 മാച്ചസ് 14 വിക്കറ്റ്സ് 138 റൺസ്. അതും എക്കോണമി റേറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 8. ഞാൻ പറഞ്ഞ ഈ ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈയുടെ ജാമിയ ഓവട്ടന്റെ 10 കളി കളിച്ചപ്പോൾ ഉള്ള ഒരു ഫിഗറാണിത്. ഇതിനകത്ത് തന്നെ ലാസ്റ്റ് കളിയിൽ LSGക്കെതിരെ പുള്ളി പ്ലെയർ ഓഫ് ദി മാച്ച്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു പ്ലെയറിനാണ് ചെന്നൈക്ക് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇഞ്ചുറി കാരണം നഷ്ടമായിരിക്കുന്നത്. അപ്പൊ ചെന്നൈയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു കുറിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിക്കേറ്റ ജാമിയ ഓവട്ടൻ UK ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മോസ്റ്റ്ലി പുള്ളിക്ക് ഇനിയുള്ള സീസണിന്റെ ബാക്കി കളികൾ നഷ്ടമാകും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെന്നൈ ഇനി പ്ലേ ഓഫിലൊക്കെ കയറിയെങ്കിൽ പരിക്കത്ര ഗുരുതരമല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളിക്ക് മടങ്ങി വരാൻ പറ്റുമായിരിക്കും. ഇതുവരെ അതിനുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റും വന്നിട്ടില്ല. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ സീസണിൽ കളിച്ച 10 കളികളിൽ അതിൽ ഒരു കളി മാത്രമാണ് കുറച്ചെങ്കിലും പുള്ളി ഫ്ലോപ്പായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാച്ച് ഉണ്ടായത്. അപ്പൊ ആ ഒരു മാച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം ഏപ്രിൽ 14 നടന്ന KKRനെതിരെ ചെന്നൈ വെച്ച് നടന്ന ഒരു കളിയിൽ മാത്രമാണ് പുള്ളിക്ക് ബാറ്റ് കൊണ്ടും ബോളിംഗ് കൊണ്ടും പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാണ്ട് പോയത്. അല്ലാണ്ട് ബാക്കി പുള്ളി കളിച്ച എല്ലാ കളികളിലും പുള്ളിക്ക് ഒന്നെങ്കിൽ ബോളിംഗിൽ വിക്കറ്റ് കിട്ടിയിരിക്കും, അല്ലെങ്കിൽ ബാറ്റിംഗിൽ ചുക്കായിട്ട് ഒരു ക്യാമിയോ എന്തെങ്കിലും ഒന്ന് പുള്ളി ചെന്നൈ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെന്നൈയുടെ ക്യാമ്പയിൻ തുടങ്ങിയ ആദ്യത്തെ കളി നമുക്കറിയാം ചെന്നൈ ടീം ഒരു ബാറ്റിംഗ് കൊളാപ്സ് ആണ് ഏകദേശം മുന്നിൽ കണ്ടത്. ആ ഒരു സമയത്താണ് നമ്മൾ ജാമിയ ഓവട്ടന്റെ ബാറ്റിംഗിന്റെ ഒരു കരുത്ത് ആദ്യമായിട്ട് അറിഞ്ഞത്. പുള്ളി അന്ന് 16 ബോളിൽ 37 റണ്ണാണ് നേടിയത്. അപ്പൊ അത് കഴിഞ്ഞുള്ള കളിയിൽ പുള്ളി ബാറ്റിങ്ങിന് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും ബോൾ കൊണ്ട് 4 വിക്കറ്റാണ് പുള്ളി നേടിയത്. അപ്പം അങ്ങനെ പുള്ളി എനിക്ക് തോന്നുന്നത് കളിച്ച മിക്ക കളികളും തന്നെ 4, 3 പിന്നെ വീണ്ടും 3 അങ്ങനെ ഒരു ബെസ്റ്റ് ബോളിംഗ് ഫിഗേഴ്സ് ആണ് പുള്ളി ഇതുവരെ ചെന്നൈക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പം ഈ ബോളിംഗ് ഫിഗേഴ്സ് മാത്രമല്ല പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ സീസൺ കണ്ടതാണ് മോസ്റ്റ്ലി ബാറ്റ്സ്മാൻമാർ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സീസണാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സീസണിൽ നമുക്കറിയാം നമ്മുടെ സ്റ്റാർ ബോളറായ ജസ്പ്രീത് ബുംറ വരെ നല്ല എക്കോണമി റേറ്റിൽ അടിമേടിച്ചും വിക്കറ്റ് വീഴ്ത്താനായിട്ട് വളരെ കഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ടൂർണമെന്റിൽ ഇംഗ്ലണ്ട് പ്ലെയറായ ജാമിയ ഓവട്ടൻ പുള്ളി പുള്ളി നല്ലൊരു ബെസ്റ്റ് എഫേർട്ടാണ് CSKക്ക് വേണ്ടി കൊടുത്തത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ ഒരു പരിക്ക് എന്ന് പറയുന്നത് ചെന്നൈയുടെ ഒരു നിർണായകമായ സമയത്താണ് വന്നിരിക്കുന്നത്. അതായത് ഇനി 3 മത്സരങ്ങൾ ബാക്കിയുള്ള ചെന്നൈക്ക്, അതായത് നാളെ LSGക്കെതിരെ ഒരു കളിയും അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു GTക്കെതിരെയും GTക്കെതിരെ ലാസ്റ്റ് കളിയാണുള്ളത്. അപ്പം 3 കളി ബാലൻസ് ഉള്ള ചെന്നൈക്ക് പ്ലേ ഓഫിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൽ 2 കളിയെങ്കിലും ജയിച്ചാൽ മാത്രമേ 16 എന്ന് പറഞ്ഞ ഈ മാജിക്കൽ നമ്പറിലേക്ക് എത്തുള്ളൂ. അപ്പോൾ 16 ആയാൽ തന്നെ ഇതുവരെയുള്ള ബാക്കി ടീമുകളുടെ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് സെലക്ട് ആവുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ല. എങ്കിലും സേഫ് ഇപ്പോഴത്തെ ഹിസ്റ്ററി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സേഫ് എന്ന് പറയാൻ ഒരു പോയിന്റ് ലെവൽ എന്ന് പറയുന്ന ഒരു 16 ആണ് ആ ഒരു പോയിന്റ് ലെവൽ. അപ്പോൾ ആ ഒരു പോയിന്റ് ലെവലിലേക്ക് എത്തണമെങ്കിൽ മിനിമം 2 കളികളെങ്കിലും ചെന്നൈ ജയിക്കണം. അപ്പം ഈ ജാമിയ ഓവട്ടന്റെ ഈ ഒരു സമയത്ത് വന്ന പരിക്ക് ചെന്നൈയുടെ ഫുൾ കോമ്പിനേഷനെ മാറ്റി ചിന്തിക്കാനായിട്ടാണ് പ്രേരിപ്പിക്കുന്നത്. അതായത് നമുക്കറിയാം ഇങ്ങനെ ഒരു ഓൾറൗണ്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളിയെ ഒരു ഒറ്റ പ്ലെയർ ആയിട്ട്, അതായത് ഒരു ബോളറിന് വേണ്ടി അല്ലെങ്കിൽ ബാറ്റ്സ്മാന് വേണ്ടിയിട്ട് പുള്ളിയെ സ്വാപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇമ്പാക്ട് പ്ലെയർ റൂൾ വെച്ചിട്ട്. പക്ഷേ ഇപ്പൊ ചെന്നൈയുടെ ഒരു ബെഞ്ച് സ്ട്രെങ്ത് നോക്കുവാണെങ്കിൽ ഒരു റീപ്ലേസ്മെന്റ് പ്ലെയർ എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന റീപ്ലേസ്മെന്റ് പ്ലെയർ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശ് മദ്വാളാണ് നമുക്ക് ഇവിടെ ഒരു റീപ്ലേസ്മെന്റ് പ്ലെയർ ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് പ്ലെയർ വന്നു കഴിഞ്ഞാലും അപ്പം അവിടെ ഒരു ടെക്നിക്കലി ഒരു ബാറ്റ്സ്മാൻ അവിടെ ലെസ് ആവും. അപ്പം അങ്ങനെ ഒരു ബാറ്റ്സ്മാൻ ലെസ് ആകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ആകാശ് മദ്വാൾ വന്നു കഴിഞ്ഞാൽ പുള്ളിയെ സ്വാപ്പ് ചെയ്തിട്ട് അവിടെ ഇമ്പാക്ട് പ്ലെയർ ബാറ്റ്സ്മാൻ ഇറക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ബാറ്റ്സ്മാനെ ഇറക്കണമെങ്കിൽ ചെന്നൈക്ക് ഒരിക്കലും ഈ കാർത്തിക് ശർമ്മയെ പോലുള്ള ഒരു ബാറ്റ്സ്മാനെ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റൊന്നുമല്ല, പുള്ളിയുടെ ഇതുവരെയുള്ള കളികൾ വെച്ച് നോക്കുമ്പോൾ ഓവർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒട്ടും അഗ്രഷൻ ഇല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് കാരണം നമുക്ക് അവിടെ അങ്ങനെ ഒരു പ്ലെയറെ നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. കാരണം ജാമിയ ഓവട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് അറ്റാക്ക് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഡിഫെൻഡ് ചെയ്ത് കളിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അപ്പം സർഫ്രാസ് ഖാനാണ് എന്റെ മൈൻഡിൽ വരുന്നത് ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അപ്പം ഇൻ ഷോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാമിയ ഓവട്ടന്റെ പരിക്ക് കാരണം അവർക്ക് ഒന്നെങ്കിൽ ഒരു ബോളറെ കൊണ്ടുവരേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് ബോളിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷൻ ആയിട്ട് ബാറ്റ്സ്മാനെ കൊണ്ടുവരേണ്ടി വരും. ഇപ്പം ഇനി എങ്ങാനും ഒരു കാരണവശാൽ ഒരു ബാറ്റിംഗ് കൊളാപ്സ് ആണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ബോളർ ഓപ്ഷനെ അവർക്ക് മൈനസ് ചെയ്തിട്ട് അവിടെ വീണ്ടും ഒരു ബാറ്റ്സ്മാനെ തന്നെ ഇമ്പാക്ട് സബായിട്ട് കളിപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ടെക്നിക്കലി ചെന്നൈ ബോളിംഗിൽ ഒരാൾ കുറയും. അപ്പം വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, എങ്ങനെ നമുക്ക് CSK കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.